അത് അഴിമതി പലതരം അഴിമതികൾ ഉണ്ടല്ലോ. ഒന്ന് റോഡിൽ നടക്കുന്ന അഴിമതിയുണ്ട്, പിന്നെ ട്രാൻസ്ഫറിൽ അഴിമതിയുണ്ട്, അല്ലേ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, മൊത്തം ഗവൺമെൻറ്റിൽ. അതുപോലെ തന്നെ സർവീസിൻ്റെ കൗണ്ടറിൽ നടക്കുന്ന അഴിമതികൾ. ഞാൻ MBDയുടെ കാര്യമല്ല പറയണത്, എവരിവർ. ഒരു ഓഫീസർ ഇവിടെ ഇരിക്കുന്നു, മറ്റേ ആൾ ഇവിടെ ഇരിക്കുന്നു, അയാളൊരു പേപ്പർ കൊടുക്കുന്നു, ഉടനെ തന്നെ ആ പൈസ തന്നാൽ ശരിയാക്കാമെന്ന് പറയും. എന്നാൽ ഈ സീറ്റിലിരിക്കുന്ന ആളെ ആ സീറ്റിലേക്ക് വയ്ക്കുന്നതിനും അഴിമതിയുണ്ട്. ആരാണിത് ഇത് വാങ്ങിക്കേണ്ടതെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ആദ്യം 1 by 1 ആയിട്ട് എടുക്കാം. ട്രാൻസ്ഫറിൽ അഴിമതികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ടോപ്പ് ലെവലിൽ അറിയണമല്ലോ, അല്ലെങ്കിൽ ഞാനല്ലേ അതിൻ്റെ ഉത്തരവാദി. അപ്പോൾ ഞാൻ തൃശ്ശൂർ വെച്ച് പറയുകയാണ്, നത്തിങ് ഡൂയിങ്. ആരെങ്കിലും അഴിമതി നടത്തി ട്രാൻസ്ഫർ വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾ രഹസ്യ സന്ദേശം തന്നോളൂ, അവരുടെ പേരിൽ ആദ്യം നടപടിയെടുക്കും, പിന്നല്ലേ ബാക്കിയുള്ളവർ പേരിലെടുക്കൊണ്ടു. ഒരു MVD ഉദ്യോഗസ്ഥനും കാശ് കൊടുത്ത് ട്രാൻസ്ഫർ മേടിക്കാൻ ദയവായി ശ്രമിക്കരുത്. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഞാൻ വെല്ലുവിളിക്കുകയല്ല. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ രഹസ്യ വിവരം തന്നോളൂ, അവർക്കായിരിക്കും ബുദ്ധിമുട്ട് വരിക. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. എന്തായാലും നമുക്ക് ഈ മേഖലയിൽ ഞാൻ അവരോടും ഞാൻ വിശദമായിട്ട് അവരെ കാണുകയാണ്, എല്ലാവരെയും. ജില്ലാതല യോഗങ്ങൾ ഇങ്ങനെ നടക്കാറില്ല, ആദ്യമായിട്ട് അങ്ങനെ നടക്കുന്നത്. ജില്ലാതലത്തിലെ എല്ലാ യൂണിഫോംഡ് ഓഫീസർമാരെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളൊക്കെ വളരെ വെൽ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വെൽ ടു ഡു ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അഴിമതി കാണിക്കുന്നത് ഒരു ലജ്ജാകരമായൊരു കാര്യമാണ്. അഴിമതി കാണിക്കുന്ന ഒരാളെ എനിക്ക് കണ്ടാൽ കഷ്ടം എന്നാണ് തോന്നുക, എടുക്കെന്ന് തോന്നില്ല. ആളുകൾക്കും അങ്ങനെ തോന്നണമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഷെയ്മിങ് ആണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ശ്രദ്ധയപ്പെട്ടിരുന്നു, അതിന് നടപടി എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ, അത് ഇച്ചിരി ഓവർഡൂ ചെയ്തു. ഓ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞല്ലോ. ജലഗതാഗതം വളരെയധികം നിങ്ങൾ പ്രൊപ്പോസ് ചെയ്തോളൂ. തൃശ്ശൂർ ജില്ലയിലെ ജലഗതാഗത പാതകളിൽ പുതിയ ബോട്ടുകൾ ഇടണമെങ്കിൽ എല്ലാം കാലപ്പഴക്കം ചെന്നതല്ല, സൗരോർജ്ജ ബോട്ടുകളായി. അത് ഈ മേഖലയിൽ കുറേ നാളുകൾക്കിടയിൽ നടന്ന വളരെ പ്രോഗ്രസീവായിട്ടൊരു കാര്യമാണ് ഈ സൗരോർജ്ജ ബോട്ടുകൾ. ഇപ്പോൾ ചേർത്തല വൈക്കം കംപ്ലീറ്റ് സൗരോർജ്ജമായി, ഒരു തുള്ളി ഓയിൽ പോലും വെള്ളത്തിൽ വീഴില്ല. അതുപോലെ ഇപ്പോൾ പാർവതി പുത്തനാർ എന്ന് പറയുന്ന നമുക്ക് ഇങ്ങോട്ട് കനോലി കനാലായിട്ട് മാറുന്ന ഇതുണ്ടല്ലോ, അവിടെ ഇപ്പോൾ വേളി ടു കഠിനംകുളം ഈ മാസം തന്നെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, യാത്രാ ബോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ പാലങ്ങൾ വന്നപ്പോൾ പല സ്ഥലത്തും ആളുകൾ ഉപയോഗിക്കുന്നത് ബോട്ടുകളല്ലാതായി. കാരണം ബോട്ടിനേക്കാൾ സ്പീഡിൽ മോട്ടോർ സൈക്കിളിലൊക്കെ പോകാമല്ലോ. പക്ഷേ ഇത് ആവശ്യമുള്ളതും പിന്നെ ടൂറിസ്റ്റുകൾക്ക് യാത്രാ ബോട്ടുകളിൽ തന്നെ പോകാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഞാനത് ശ്രദ്ധിക്കാം. മുസ്ലിംസിലല്ലേ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, നമ്മുടെ ഈ കനാലുകളെ ഗതാഗത യോഗ്യമാക്കണം. അതിന് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയത് കൊണ്ടാണ് പാർവതി പുത്തനാറിൽ ഇപ്പോൾ ഒരു 10-12 കിലോമീറ്റർ കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വർക്കല തുരുപ്പിൽ കൂടെ കയറി പരവൂർ കായലിലേക്ക് പോകാമായിരുന്നു. അത് പറ്റിയിട്ടില്ല, അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ജലഗതാഗതം ടൂറിസ്റ്റ് പർപ്പസിനാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. പക്ഷേ ഈ
പാലങ്ങളും റോഡുകളും വന്നതോടുകൂടി ഐലൻഡ് കിടക്കുന്ന സ്ഥലങ്ങൾ ഇനി വളരെ കുറച്ചേ ഉള്ളൂ. വളരെ ചീപ്പുമാണ്, 6 രൂപയേ ഉള്ളൂ 3 കിലോമീറ്ററിന്. ഏറ്റവും ചീപ്പസ്റ്റാണ്. പൊളിറ്റിക്ക് ചോദിച്ചോളൂ, ഞങ്ങൾ റെഡി ആയിട്ടില്ല. അത് വിട്ട് കളയുക. ലീവ് ഇറ്റ്. അത് ഞാൻ പറഞ്ഞു ഇല്ല. ഞാനത് ഓവർഡൂ ചെയ്തു എന്നുള്ള കൃത്യമായ വാക്ക് ഞാൻ പറഞ്ഞു. അധികമായിട്ട് ഇനി ഒന്നും പറയാൻ പോണില്ല. ഇനി ഒന്നും ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. ഇല്ല. യെസ്, അതൊക്കെ പറയേണ്ടത് ഒഫീഷ്യൽസാണ്.